ആഗമനകാലം ഡിസംബർ 17. തിരുവചനം: യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. മത്തായിയുടെ സുവിശേഷം 1:16. ഒരു യഹൂദൻ തൻ്റെ പ്രഭാത പ്രാർത്ഥനയിൽ 3 കാര്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു. താൻ ഒരു വിജാതീയനായി ജനിക്കാത്തതിന്, ഒരു അടിമയായി ജനിക്കാത്തതിന്, ഒരു സ്ത്രീയായി ജനിക്കാത്തതിന്. ഈ 3 യാതനകളും സൂചിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്ന യഹൂദൻ്റെ മനസ്സ് അന്ന് എത്രമാത്രം ഇടുങ്ങിപ്പോയി, ചുരുങ്ങിപ്പോയി എന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതിയത് ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച യഹൂദർക്ക് വേണ്ടിയാണ്. ക്രിസ്തു തൻ്റെ ബലിയിലൂടെ നേടിയ മനുഷ്യരക്ഷ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ആരെയും അകറ്റി നിർത്തിയിട്ടില്ല. ഈ നയം വിശുദ്ധ മത്തായി യേശുവിൻ്റെ വംശാവലിയിൽ തന്നെ വ്യക്തമാക്കുമ്പോൾ, വംശാവലിയിൽ വിജാതികരും സ്ത്രീകളും പാപികളുമായ റഹാബും റൂത്തും താമാറും എല്ലാം സ്ഥാനം പിടിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നാം ഏതെല്ലാം കാരണങ്ങൾ കണ്ടുപിടിച്ചാണ് ഓരോരുത്തരെയും നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്ന് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള ദൈവാനുഗ്രഹങ്ങൾ ഈ വേളയിൽ പ്രാർത്ഥിക്കാം.